നിലവിൽ ലോകത്തിലെ ഏറ്റവും മികച്ച എയർ ഡിഫൻസ് സിസ്റ്റം റഷ്യ നിർമ്മിക്കുന്ന S-400 ആണ്. അതിന്റെ അഡ്വാൻസ്ഡ് വെർഷൻ ആയിട്ടുള്ള S-500 ഇതിനേക്കാൾ മികച്ച എയർ ഡിഫൻസ് സിസ്റ്റം ആണെന്നാണ് കണക്കാക്കുന്നത്. ഈ ഒരു S-500 റഷ്യ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ റഷ്യക്ക് ഇത് നിർമ്മിക്കാൻ ഒരു പാർട്ണറെ കൂടി ആവശ്യമുണ്ട് എന്നാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് റഷ്യയിൽ നിന്ന് വരുന്ന പ്രതികരണം. അവർ ചൈനയെ ഇക്കാര്യത്തിൽ ഒരു പ്രധാന പാർട്ണറായിട്ട് കാണുന്നുണ്ടോ എന്ന് സംശയമാണ്. ചൈനയുടെ ഉദ്ദേശശുദ്ധിയെ റഷ്യ സംശയിക്കുന്നുണ്ട്. ചൈന നൈസായിട്ട് റഷ്യയെ സൈഡാക്കി ശക്തമായി മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. ഇത് റഷ്യക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. മൾട്ടിപോളാർ വേൾഡിൽ തങ്ങളുടെ പൊസിഷൻ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുമായിട്ട് സഹകരിച്ചാൽ മാത്രമേ കഴിയൂ എന്ന് റഷ്യ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നുവെച്ച് അവർക്ക് ചൈനയെ പിണക്കാൻ കഴിയുകയുമില്ല. ഇതിനിടയിലാണ് തുടർച്ചയായിട്ട് നമുക്ക് ഒന്നിച്ച് S-500 നിർമ്മിച്ചാലോ എന്ന് റഷ്യ ഇന്ത്യയോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചില ഡിഫൻസ് വാർത്താ ചാനലുകൾ പുറത്തുവിട്ടൊരു വാർത്തയുണ്ട്. റഷ്യ വീണ്ടും ഇന്ത്യയോട് ഒന്നിച്ച് S-500 നിർമ്മിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്നാണ് ആ വാർത്തകളിൽ പറയുന്നത്. ഇന്ത്യക്ക് ചരിത്രപരവും സവിശേഷവുമായ ഒരു പ്രതിരോധ വാഗ്ദാനമാണ് റഷ്യ നൽകിയിരിക്കുന്നത് എന്നും അവരുടെ ഏറ്റവും പുതിയ തലമുറ വ്യോമ പ്രതിരോധ സംവിധാനമായ S-500 പ്രൊമറ്റീവ്സ് എന്ന് പറയുന്ന ഏറ്റവും അത്യാധുനികമായ എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുവാൻ അവർ തയ്യാറാണ് എന്ന് പറഞ്ഞു എന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഇതുവരെ ഈ ഒരു വാർത്ത കവർ ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ ഡിഫൻസ് വാർത്താ ചാനലുകൾ ഇത് വളരെ ഗൗരവത്തിൽ കവർ ചെയ്തിട്ടുമുണ്ട്. ഇതിനകത്ത് കൃത്യമായി പറയുന്ന കാര്യം റഷ്യയുടെ ഓഫർ കേവലം ഇന്ത്യക്ക് ടെക്നോളജി നൽകിക്കൊണ്ട് ഇന്ത്യയിൽ ഇത് ഒന്നിച്ച് നിർമ്മിക്കാം എന്നത് മാത്രമല്ല, മറിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള അവകാശം കൂടി വാഗ്ദാനം ചെയ്യുന്നുവെന്നാണ് പറയുന്നത്. മോസ്കോയുടെ ഏറ്റവും നൂതനമായ ഈ തന്ത്രപ്രധാന സുരക്ഷാ കവചത്തിന്റെ നിർമ്മാണ അവകാശം ഇതിനു മുമ്പ് മറ്റൊരു വിദേശ പങ്കാളിക്കും റഷ്യ നൽകിയിട്ടുമില്ല. ഇന്ത്യ ഇതുവരെ ഈ ഒരു വാഗ്ദാനം സ്വീകരിച്ചതായി റിപ്പോർട്ടുകളൊന്നുമില്ല. അതേസമയത്ത് ഇന്ത്യ ഇതിനോട് യോജിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രോജക്റ്റ് കുശ വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയാണത്. തദ്ദേശീയമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന എയർ ഡിഫൻസ് സിസ്റ്റം, 5th ജനറേഷൻ എയർക്രാഫ്റ്റുകളെ പോലും നേരിടാൻ കഴിയുന്ന പ്രോജക്റ്റ് കുശ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എയർ ഡിഫൻസ് സിസ്റ്റം ആകാൻ പോവാണ്. അതേ സമയത്ത് തന്നെ റഷ്യയുടെ ഓഫറിനെ നിസ്സാരമായി കാണാനും കഴിയില്ല. റഷ്യൻ സൈന്യത്തിൽ ഇതിനോടകം തന്നെ S-500 വിന്യസിച്ചിട്ടുണ്ട്. നിലവിൽ ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്ന S-400 ട്രയംഫ് സംവിധാനത്തെക്കാൾ സാങ്കേതികമായി മുന്നിലാണ് S-500. ഗാലിയം നൈട്രൈഡ് റഡാറുകളും ഹിറ്റ് ടു കിൽ 77 N6N ഇന്റർസെപ്റ്ററുകളും അടിസ്ഥാനമാക്കിയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. സാധാരണ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തൊടാനാകാത്ത ഭീഷണികളെ പോലും തകർക്കാൻ കഴിയുന്ന S-500 ഇന്ത്യക്ക് ലഭിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെയധികം നല്ലത് തന്നെയാണ്. ഹൈപ്പർസോണിക് ആയുധങ്ങളെ വരെ നേരിടാൻ S-500 പ്രാപ്തിയുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. മാക് 7 വേഗതയിൽ സഞ്ചരിക്കുന്ന ലക്ഷ്യങ്ങളെ വരെ ഇതിന് തടയാൻ പറ്റും. ഭൂമിക്ക് തൊട്ടടുത്തുള്ള ഉപഗ്രഹങ്ങളെ വരെ തകർക്കാൻ 200 കിലോമീറ്റർ ഉയരത്തിലേക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലുകൾ ഇതിലുണ്ട്. S-400 9-10 സെക്കൻഡ് സമയത്തിനുള്ളിൽ പ്രതികരിക്കാൻ കഴിയുന്ന ആ ഒരു സമയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 3-4 സെക്കൻഡിനുള്ളിൽ തന്നെ ഇതിന് ശത്രുക്കളെ നേരിടാൻ പറ്റും. മോസ്കോയെ സംബന്ധിച്ചിടത്തോളം ഈ സംയുക്ത ഉൽപാദന അവകാശം ഇന്ത്യക്ക് നൽകുന്നത് കൃത്യമായ ഒരു തന്ത്രപരമായ നീക്കമാണ്. ഇത് ഇന്ത്യയുമായിട്ടുള്ള ചരിത്രപരമായ പ്രതിരോധ ബന്ധം ശക്തമാക്കാനും ദക്ഷിണേഷ്യയിൽ തങ്ങളുടെ വിപണി നിലനിർത്താനും അവരെ സഹായിക്കും. കൂടാതെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങളെ മറികടക്കാൻ മറ്റൊരു തന്ത്രപ്രധാന നിർമ്മാണ കേന്ദ്രം കണ്ടെത്താൻ റഷ്യ ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. അല്ല, ഇന്ത്യയെക്കാൾ ആരെയാണ് അവർക്ക് വിശ്വസിക്കാൻ കഴിയുക? ഇക്കാര്യത്തിൽ റഷ്യക്ക് ഇന്ത്യയെ പരിപൂർണ വിശ്വാസവുമാണ്. റഷ്യയുടെ വാഗ്ദാനത്തിൽ ഇന്ത്യ പെട്ടെന്ന് എടുത്തുചാടിയ ഒരു തീരുമാനമെടുക്കാൻ സാധ്യതയില്ല. സ്വന്തം ശാസ്ത്ര സമൂഹത്തിൽ ഇന്ത്യക്ക് ഇന്ന് വിശ്വാസമുണ്ട്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിക്കുന്ന പ്രോജക്റ്റ് കുശ ഇന്ത്യയെ പ്രതിരോധ മേഖലയിൽ പൂർണ്ണമായും സ്വയം പര്യാപ്തത നേടാൻ സഹായിക്കുന്ന ഒന്നാണ്. എന്നിരുന്നാലും S-500 വാഗ്ദാനം ഇന്ത്യ ഒറ്റയടിക്ക് തള്ളിക്കളയാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ തീർച്ചയായും ആലോചിച്ച് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പ്രോജക്റ്റ് കുശയെക്കുറിച്ച് പറയുമ്പോൾ 150 കിലോമീറ്റർ ദൂരത്തിലുള്ള ടാർഗറ്റുകളെ തകർക്കാൻ കഴിയുന്ന മിസൈലുകളും 250 കിലോമീറ്റർ ദൂരത്തിൽ വരുന്ന റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത സ്റ്റെൽത്ത് വിമാനങ്ങളെയും അതിവേഗ മിസൈലുകളെയും വരെ കണ്ടെത്തി തകർക്കാൻ കഴിയുന്ന ശേഷിയുള്ള മിസൈലുകളും, അതോടൊപ്പം തന്നെ 400 കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള ശത്രുക്കളുടെ റഡാർ വിമാനങ്ങൾ, വായുവിൽ വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയൊക്കെ കണ്ടെത്തി തകർക്കാനും കഴിയുന്ന മിസൈലുകൾ ഉൾപ്പെടുന്ന ഒരു വലിയ സിസ്റ്റമാണ് പ്രോജക്റ്റ് കുശ. സോ അത് ഈ പറയുന്ന S-500 വളരെ സാദൃശ്യമുള്ള സിസ്റ്റമാണ്. അതുകൊണ്ടുകൂടി ആയിരിക്കാം ഇന്ത്യ എടുത്തുചാടി
S-500ന്റെ ഓഫർ ചിലപ്പോൾ സ്വീകരിക്കാത്തത്. എന്നാൽ അതേസമയം തന്നെ റഷ്യൻ വാഗ്ദാനം സ്വീകരിക്കുന്നത് മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് ലക്ഷ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നതാണ്. S-500 പ്രാദേശികമായി നിർമ്മിക്കുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഭാരത് ഡൈനാമിക് ലിമിറ്റഡ് തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ കൈവരിക്കാനും പ്രതിരോധ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സഹായിക്കും. എന്നാലും ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ അന്തിമ തീരുമാനം എന്താണെന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല. പക്ഷേ റഷ്യയുടെ ഓഫർ അത്ര നിസ്സാരവുമല്ല. ഇന്ത്യ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.